ഹലോ മക്കളെ, പഠിച്ചിട്ട് എവിടെ എത്തി? ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കാരണം നമ്മുടെ എക്സാം എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ ഏകദേശം നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഹോൾ ചാപ്റ്റേഴ്സ് കേട്ടോ. നമുക്ക് വരാൻ പോകുന്ന 11 ചാപ്റ്റേഴ്സിലും നമ്മുടെ 11th സ്റ്റാൻഡേർഡിൻ്റെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിൻ്റെ 11 ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനുകളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. സോ വി ആർ പ്രോബബ്ലി നമുക്കറിയാം നമ്മുടെ MCQ അടക്കം 34 ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 34 എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർ ക്വസ്റ്റ്യൻ ഒക്കെ വരും. ഓക്കെ, ഇൻക്ലൂഡിങ് ദാറ്റ് ആണ് നമുക്ക് എത്ര വരുന്നത്? 34 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10-20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10-30 ക്വസ്റ്റ്യൻസ് പഠിച്ചാലും നമുക്ക് എന്തില്ല, നഷ്ടമില്ല. കാരണം നമുക്ക് ടോട്ടൽ 34 ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 ക്വസ്റ്റ്യനെ കുറിച്ച് ആൻസേഴ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി നമുക്ക് അതിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിച്ചേക്കാവുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്നും എക്സ്പ്ലെയിൻസ് ഫീച്ചേഴ്സ് ആൻഡ് മെറിറ്റ്സ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് സോൾ പ്രൊപ്രൈറ്ററും പാർട്ട്ണർഷിപ്പും അതേപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും എന്നുള്ളത്. സോ ഫ്രം സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ഭാഗം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. സോൾ പ്രൊപ്രൈറ്ററിന് അഗെയിൻ വി ഹാവ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിന്റ് സ്റ്റോക്ക് ബിറ്റ്വീൻ ദം. ഓക്കെ, സോ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞതുപോലെ തന്നെ. ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് അറിയാം. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയുമാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചേക്കാം. അല്ലെങ്കിൽ കൂടുതൽ വി ആർ എക്സ്പെക്ടിങ് ഈ ഭാഗത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ, എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. പിന്നെ 2 മാർക്ക് 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ പ്രോബബ്ലി ടൈപ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്ന പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും അതേപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർഷിപ്പും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും സെറ്റ് ആക്കിയതിനു ശേഷം യു ഷുഡ് ഗോ വിത്ത് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് ആൻഡ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ഭാഗത്തേക്ക് പഠിക്കാൻ പോകേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ശേഷം അറ്റ് ലാസ്റ്റ് യു സ്റ്റഡി അബൌട്ട് ദി ജോയിന്റ് ഹിന്ദു ഫാമിലി. ജോയിന്റ് ഹിന്ദു ഫാമിലി ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടു ബി കൺസിഡേർഡ് ഫോർ ചോയ്സ്. ഏത് ബിസിനസ് എടുക്കണം? അപ്പോൾ നമ്മൾക്കറിയാം ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എല്ലാ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പഠിച്ചതിന് ശേഷം ഏത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 12 മാർക്കിൻ്റെ ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ആ ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്ത് ആഡ് ചെയ്തത്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഭാഗത്ത് നോക്കിയായിരിക്കും നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ വി ഹാവ് അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. You should know about the defined banking, explain types and functions of commercial bank. Commercial bankന്റെ functionsum typesum very important ആണ്. Second one is insurance, principles of insurance, very much important ട്ടോ. ഈ രണ്ട് ക്വസ്റ്റ്യൻ, ഈ രണ്ട് ഭാഗം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തൽ ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വേ ആണ്. ഓക്കെ, സോ ആ രണ്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് മെറൈൻ പോളിസീസ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് ചോദിച്ചേക്കാവുന്ന 2 അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ എവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്, ഈ ബിസിനസ് സർവീസസ് എന്നതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന്. നെക്സ്റ്റ് വൺ ഈസ് ഫംഗ്ഷൻസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെയർ ഹൗസിന്റെ ഭാഗവും വിടണ്ട. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെലികോം സർവീസസ്. ഇത്രയുമാണ് നമുക്ക് ബിസിനസ് സർവീസസ് എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് പറഞ്ഞ 2 ക്വസ്റ്റ്യനുകളിൽ നിന്നാണ് നമുക്ക് എസ്സേക്ക് സാധ്യതയുള്ളത്. ആൻഡ് അനദർ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 10 മാർക്സിനൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണുള്ളത്. മറ്റേ സെക്കൻഡ് ചാപ്റ്ററിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ബിസിനസ് സർവീസസ്. അവിടെ നിന്നും ഈ പറഞ്ഞതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, മൾട്ടിപ്പിൾ സ്റ്റോർസ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇന്റേണൽ ട്രേഡിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, മൾട്ടിപ്പിൾ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ് ആൻഡ് മെർച്ചന്റ് ഡിമാൻഡ്സ്. ഇതിൻ്റെ നിന്ന് ഏതെങ്കിലും ഒന്ന് എസ്സേക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സർവീസ് റെന്റഡ് ബൈ ഹോൾസെയിലർ, അല്ലെങ്കിൽ സർവീസ് റെന്റഡ് ബൈ റീറ്റെയിലർ. ഈ 3 എണ്ണത്തിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നമുക്ക് വരാൻ പോകുന്ന ഒരു എസ്സേ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 3 അല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സ്, സെക്കൻഡ് ചാപ്റ്റർ, അതേപോലെ തന്നെ ബിസിനസ് സർവീസസ് ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് സർവീസ് നമ്മൾ ബാങ്കിങ്ങോ ഇൻഷുറൻസോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ അതോ മൾട്ടിപ്പിൾ ഷോപ്സ്, സൂപ്പർ മാർക്കറ്റോ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലർ അല്ലെങ്കിൽ റീറ്റെയിലർ ഈ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എസ്സേ വന്നിട്ടില്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് അടുത്ത ഒരു 5 മാർക്കോ 4 മാർക്കോ ക്വസ്റ്റ്യനും വന്നിരിക്കും. അപ്പം എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങളൊക്കെ കൃത്യമാക്കി
നോക്കി എന്ന് പഠിച്ചു വെച്ചേക്കുക. സോ മീൻസ് ഈ ഒരു 2 സ്ലൈഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 10, 25, 30 മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വി ഹാവ് അഗെയിൻ ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ആ ഭാഗം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഫോർ സർവീസ് റെൻഡഡ് ബൈ ഹോൾസെയിലർ ടു മാനുഫാക്ചർ ആസ് വെൽ ആസ് റീറ്റെയിൽ, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എവറിത്തിങ് അണ്ടർ വൺ റൂഫ്, ഔട്ട്ലൈൻ 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്ററന്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്നുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ തന്നെയാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി ഈ പറഞ്ഞതുപോലെ തന്നെ ഹോൾസെയിലർ ടു മാനുഫാക്ചറും റീറ്റെയിലർ ടു മാനുഫാക്ചർ എന്ന് പറയുന്നത് പോലെ തന്നെ ഹോൾസെയിലറുടെയും റീറ്റെയിലറുടെയും ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെച്ചേക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇനി 4 ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. ഈ പറഞ്ഞതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിരുന്നു പ്രൊമോട്ടർ ആരാണ്, പ്രൊമോട്ടർ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ആ പ്രൊമോട്ടർ ഫംഗ്ഷൻസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഡിഫറെൻറ്റ് ക്ലോസസ് എന്തായാലും MOA വരും. അതേപോലെ തന്നെ MOയും അതേപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് ദ ക്ലോസസ് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇതിൽ ഞാൻ പറയും MOAയും അതേപോലെ തന്നെ വേഴ്സസ് AOA എന്ന് പറയുന്ന ഭാഗവും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു ലൈവ് ഇതുവരെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും ലൈവ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഐ എക്സ്പെക്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, യു വുഡ് ഹാവ് ലേൺഡ് കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എക്സ്പ്ലെയിൻ ഇൻ 3 മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് ഡെപ്പോസിറ്റ്, ട്രേഡ്, ഫാക്ടറിങ് ഞാൻ ഇങ്ങനെ എല്ലാം കൊടുത്തതാണ്. ഇവിടെ നിന്ന് നമ്മൾ എപ്പോഴും ഗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അവരിങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർമേഷൻ ഓഫ് എ കമ്പനി പറയുമ്പോൾ ഈസി ആയിട്ട് പറയും പ്രൊമോഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് എന്ന്. പക്ഷേ ഇവിടെ ഇവരിങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും അതേപോലെ തന്നെ ഷെയർസും ഡിബഞ്ചറും തമ്മിലുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ഓക്കെ, ലാസ്റ്റിലേക്കാണ് അത് പഠിക്കേണ്ടത്. ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഷെയർ 2 ആയിട്ട് പഠിക്കുന്നുണ്ട്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. അതിന്റെ ഡിഫറൻസ് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് ഓൾ ടുഗദർ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസും കൂടി ഒന്ന് നോക്കി വെക്കാവുന്നതാണ്. ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. കോമൺലി ആ ഒരു എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇ ബിസിനസ്സും ട്രഡീഷണൽ തമ്മിലുള്ള ബിസിനസ്. ഇ ബിസിനസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ റിസ്ക് എന്തൊക്കെയാണ്, ഈ 3 ചോദ്യമേ അതിൽ നിന്ന് വരുള്ളൂ. അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ എന്നുള്ളത് കേട്ടോ. ലിസ്റ്റ് മെറിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിപ്പാർട്ട്മെന്റ്, സൈറ്റ്. ഇത് ദിസ് കംസ് അണ്ടർ ദി ഫീച്ചേഴ്സ് ഓഫ്. ഇത് 3ഉം ഒരു ചാപ്റ്റർ നിന്നാണ്. നമ്മുടെ പബ്ലിക് കോർപ്പറേഷൻ പബ്ലിക് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആഫ്റ്റർ 3rd ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഈ 3 എണ്ണത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ഏതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർനാഷണൽ ബിസിനസിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ബേസിക് ആയിട്ട് കൺസിഡർ ടു ബി സ്റ്റാർട്ടിങ് എ ബിസിനസ്. നമ്മുടെ ചാപ്റ്റർ 1ലേക്ക് പോവുകയാണ്. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ്, അതേപോലെ കൊമേഴ്സ്, ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നതാണ് റിസ്ക്. ഓക്കെ, ഓൾ ദി സ്ലൈഡ്സ് കംസ് വിത്ത് ദ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ 1ൽ നിന്നാണ്. ബിസിനസ് എന്തായിരുന്നു, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു, കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ബേസിക് ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ചാപ്റ്റർ നീ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ് എന്താണ്, ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കി വെക്കുക. ലെവൽസ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതേപോലെ തന്നെ കുറച്ച് കാര്യം ലെവൽസ് ഇല്ല, അതിൻ്റെ ഇൻഡസ്ട്രീസ് ഈ പറഞ്ഞതുപോലെ ബിസിനസ് ഡിവൈഡഡ് ഇൻ ടു കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നുള്ള ഭാഗത്ത് നിന്നൊക്കെ നോക്കിയിട്ട് ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് സെറ്റ് ആക്കിയിട്ട് വെച്ചേക്കുക. ഇത്ര ക്വസ്റ്റ്യൻസ് 6 മാർക്കാണ്. ഇതിൽ ഏതെങ്കിലും 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, അതേപോലെ തന്നെ മേജർ ഫേസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ്, വില്ലേജ് ഇൻഡസ്ട്രീസ്, പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ് ഡൊമസ്റ്റിക് ആൻഡ് ലൈസൻസിങ് ബെനിഫിറ്റ്സ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കുറച്ച് ഭാഗത്ത് നിന്ന് വന്നേക്കാം. പക്ഷേ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അത്രേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഏതെങ്കിലും 2 എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ഓൾ ടുഗദർ ഞാൻ ഏകദേശം ഒരു 25-30 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ ഡീറ്റെയിൽഡ് ലൈവുകളും കാര്യങ്ങളും നമ്മൾ ഇനിയും എക്സാമിന്റെ തലേന്നും മറ്റു ദിവസങ്ങളിലായിട്ട് നമ്മൾ പോകുന്നുണ്ട്. സോ ഡു വാച്ച് അവർ ലൈവും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളൊപ്പം തന്നെ കൂടുക. ഓക്കെ, യു വിൽ ബി ഏബിൾ ടു ലേൺ ആൻഡ് സ്കോർ ഗുഡ് മാർക്സ്. ഓക്കെ, സോ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഒരു സൂപ്പർ ബാച്ച് +2ലേക്കുള്ള ഒരു സൂപ്പർ ബാച്ച് വി ഹാവ് ലോഞ്ച്ഡ്, വിച്ച് മീൻസ് 11th സ്റ്റാൻഡേർഡ് നിങ്ങൾ കഴിയാണ്, നിങ്ങൾ 12th എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങാൻ എന്തായാലും ഒന്ന് പഠിക്കണം. 11th ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, ഇനി വിട്ടാൽ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു നല്ല സ്റ്റാർട്ട് വേണം എന്നുണ്ടെങ്കിൽ ഡു ഫൈൻഡ് അവർ ബാച്ച്. സൂപ്പർ ബാച്ചിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു 5499 rupeesന് ഒരു 1 year കംപ്ലീറ്റ് കോഴ്സസ് വിത്ത് ഓൾ ദീസ് സർവീസസ് കേട്ടോ. നിങ്ങൾക്ക് മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻസും നമ്മൾ ഏപ്രിലിൽ തന്നെ ക്ലാസ് തുടങ്ങും. ഏപ്രിലിൽ തന്നെ മെല്ലെ ക്ലാസ്സുകളും കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡ് ഇടും.
നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ആപ്പ് എടുത്തൊന്ന് തുറന്നാൽ മതി. അതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ, നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ലൈവും കാര്യങ്ങളൊക്കെ പോകും, ചാപ്റ്റർ വൈസ് ലൈവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അതിന് വേണം പറ്റില്ല, അതിൻ്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും, ടീച്ചേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും, മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടോ, നിങ്ങൾ പഠിച്ചോ പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ആൾക്കാരെ അസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളൊപ്പം കൂടിയിട്ട് നിങ്ങളെ +2 ഒരു ഹൈ സ്കോർ മാർക്കാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. +2 നല്ല രീതിക്ക് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ +1 എത്തിയതിനു ശേഷം നിങ്ങൾ എഴുതാൻ പോകുന്ന CUET എക്സാമിൻ്റെ പ്രിപ്പറേഷനിലേക്കും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ് ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. യു വിൽ ഗെറ്റ് ഓൾ ദി ബെനിഫിറ്റ്സ് കേട്ടോ. സെയിം സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവിടെയും. അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊക്കെ വേണമെങ്കിൽ താഴെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, ആദ്യം തന്നെ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട. യു നോ അബൌട്ട്. ഓക്കെ, ഈ കോഴ്സ് എടുക്കുന്നവർക്ക് 11th സ്റ്റാൻഡേർഡിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്തിരും, ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കൾ, എക്സാം എല്ലാം ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ബൈ, സി യു.